ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലെ LDCയുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആലപ്പുഴ ജില്ലയ്ക്ക് ഏകദേശം EWS ഇല്ലാത്ത ജനറലിന് വന്നിരിക്കുന്ന മാർക്ക് ഒരു 63. ഇതൊരു ഏകദേശ മാർക്കാണ്. കട്ട് ഓഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം EWS ഇല്ലാത്ത ജനറലിന് വന്നിരിക്കുന്ന മാർക്കാണ് 63. ഇതിൽ നിന്ന് ചിലപ്പോൾ ചില വേരിയേഷനൊക്കെ വരാം. കാരണം ഖാദി ബോർഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 77 അന്ന് എല്ലാവരും പ്രൊഫൈൽ മെസ്സേജ് വന്നിരിക്കുന്ന മാർക്കായിട്ട് പറഞ്ഞിരുന്നത്. ഇത് അന്ന് 77 വേരിഫൈഡ് ഗ്രൂപ്പിൽ അതുപോലെ എല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കട്ട് ഓഫ് 75.67 അപ്പോൾ ആർക്കെങ്കിലും അന്ന് പ്രൊഫൈൽ മെസ്സേജ് വരാത്തവരപ്പം കുറച്ച് പേരൊക്കെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ആരെങ്കിലും പ്രൊഫൈൽ മെസ്സേജ് വരാത്തവർ ലിസ്റ്റിലുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് വന്നൊന്ന് കമൻറ്റ് ഇടണേ. അങ്ങനെ ആരെങ്കിലും പ്രൊഫൈൽ മെസ്സേജ് വരാതെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വന്നൊന്ന് കമൻറ്റ് ഇടണേ ഈ വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ LDCയുടെ ആലപ്പുഴയ്ക്ക് വന്നിരിക്കുന്നത് 63. EWS ഇല്ലാത്ത ജനറലിന് വന്നിരിക്കുന്ന ഏകദേശം മാർക്ക് 63 മാർക്കാണ്. അപ്പം ഈ ആലപ്പുഴ ഈ 63 മാർക്കിൽ കൂടുതൽ ആരെങ്കിലും ഈ 63 മാർക്കിൽ കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, മൊത്തത്തിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ പ്രൊഫൈൽ മെസ്സേജ് എന്ന് പറയുന്നത്. ഏതൊരു വീഡിയോയ്ക്ക് നോക്കിയാലും ഒരുപാട് പേര് വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്, അവർക്ക് വന്നിട്ടില്ല, മാർക്ക് വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത്. എനിക്കും ഖാദി ബോർഡിന് മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കും പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടില്ല. 75 അടുപ്പിച്ച് മാർക്കുണ്ടായിട്ട് സപ്ലൈ പോലും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് പറയുന്നത്, ഇതിന് ആർക്കെങ്കിലും മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂടുതലുണ്ടെങ്കിൽ വന്ന് ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. 63 കൂടുതലുള്ള ആർക്കെങ്കിലും മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇന്ന് LDCയുടെ ഇതുവരെ LDCയുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ള ജില്ലകളെന്ന് പറയുമ്പം പത്തനംതിട്ടയുടെയാണ്. പത്തനംതിട്ട 58. പത്തനംതിട്ടയാണ് ആദ്യം വന്നത്. 58 കട്ട് ഓഫ്, ഏകദേശം കട്ട് ഓഫ് 58. തിരുവനന്തപുരത്തിൻ്റെ 72.33. തൃശ്ശൂർ 60.33. കണ്ണൂർ 56.33. കാസർഗോഡ് 59.66. കൊല്ലം 58, ഏകദേശം വന്നിരിക്കുന്ന 58. പാലക്കാട് 63.33. ഇപ്പോൾ ആലപ്പുഴയുടെ വന്നിരിക്കുന്ന 63. അപ്പം ഇന്ന് ഇതിൽ ഇത് ഏകദേശം ഒരു കട്ട് ഓഫാണ്. EWS ഇല്ലാത്ത ജനറൽ വന്ന മാർക്ക് വെച്ചിട്ട് പറയുന്ന ഏകദേശം കട്ട് ഓഫാണ്. അപ്പോൾ ഇന്ന് പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാമാണ്. അപ്പം ഇന്ന് പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എക്സാമിന് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് കൂടുതലും നെഗറ്റീവ് അടിക്കരുതെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എക്സാമിന് ഇന്നത്തെ ഈ പ്രിലിംസിൻ്റെ എക്സാമിന് ഏറ്റവും കൂടുതൽ നോക്കുന്നത് നെഗറ്റീവാണ്. കാരണം ബാക്കി എക്സാംസ് ക്വസ്റ്റ്യൻസൊക്കെ അത്ര അങ്ങ് ടഫ് ആവത്തില്ല. അപ്പോൾ നെഗറ്റീവ് വെച്ചിട്ടാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. അപ്പം കൂടുതലും ടെൻഷൻ അടിക്കാതെ ആദ്യം മാത്സ് ആണ് ചെയ്യേണ്ടത്. മാത്സ് ചെയ്തിട്ട് മാത്സ് അറിയാവുന്നവരാണെങ്കിൽ ആദ്യം മാത്സ് ചെയ്യണം. കാരണം പിന്നെ ലാസ്റ്റ് മാത്സ് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമം. അപ്പോൾ ആദ്യം മാത്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള അല്ലാതുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് മാത്രമേ പ്രസ്താവനയിലോട്ട് കടക്കാവുള്ളൂ. നിങ്ങളുടെ ടൈം ചൂടാൻ ഇത് ചെയ്യാൻ പറ്റും. കാരണം ആദ്യത്തെ ഘട്ടം എഴുതിയവർക്കെല്ലാം കൂടുതലും സമയം തികഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു കൂടുതലും വന്നിരുന്നത്. പ്രോബ്ലംസ് ഒക്കെ അത്ര പാടില്ലായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല അവസാനം ചെയ്യാൻ. അതുകൊണ്ട് മാത്സ് ചെയ്തിട്ട് ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് മാത്രമേ പ്രസ്താവനയിലോട്ട് കടക്കാവുള്ളൂ. അപ്പോൾ ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. എനിക്കും ഇന്ന് എക്സാം ഉണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.